ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ ഇന്ന് ബുള്ളറ്റ് ജേണൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് ഇതിനാദ്യം വേണ്ടത് A4 ഷീറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഞാൻ സെൻറ്ററിലൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് ഷീറ്റാണ്. കട്ടിയുള്ള ഏതെങ്കിലും കാർഡ്ബോർഡ് ഷീറ്റ് വേണം. ഓക്കെ, അപ്പോൾ ഈ A4 ഷീറ്റിൻ്റെ സെയിം ലെങ്ത്തിൽ നമുക്ക് ഈ കാർഡ്ബോർഡ് ഷീറ്റും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി A4 ഷീറ്റിൽ എക്സസ് ആയി വരുന്നത് നമ്മൾ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഈ ബുക്കിൻ്റെ സെൻട്രൽ പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ബൈൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റേപ്ലറിൽ പിൻസ് യൂസ് ചെയ്യുക. അത് സിംഗിൾ പിൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പിന്നിൻ്റെ മെഷർമെൻറ്റ്സ് വേണം. അപ്പോൾ ഇത് മെഷർ ചെയ്തിട്ട് നമ്മുടെ ബുക്കിലെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ആ മെഷർമെൻറ്റ് ഒന്ന് ഡോട്ടിട്ട് വയ്ക്കുക. എന്നിട്ട് പുഷ് പിൻ യൂസ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ട് ഹോള് ഇട്ട് കൊടുക്കുക. ഉള്ളിൽ ഇതുപോലെ ഹോളിട്ട പോലെ ബാക്ക് സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിൻസ് യൂസ് ചെയ്തിട്ട് അതിലേക്ക് നല്ലപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒരു സ്കെയിലോ കട്ടിയിലോ എന്തെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ബുള്ളറ്റ് ജേണലിൻ്റെ കവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോമ്പസ് യൂസ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലീഫ് സ്ട്രക്ചറാണ് കൊടുക്കുന്നത്. ഒരു 3 to 4 ലീവ്സ് ഉണ്ട്. അപ്പോൾ എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ആണ് ഞാൻ കൊടുക്കുന്നത്. ലീഫിൻ്റെ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കട്ടിയുള്ള കാർഡ്ബോർഡ് ഷീറ്റ്സ് തന്നെ വേണം. വളരെ തിന്നായിട്ടുള്ള ഷീറ്റ്സ് എടുത്താൽ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുള്ളത് നോക്കി എടുക്കുക. ഓക്കെ, ഇനി ലീഫ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ സർക്കിളിൽ ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ ഞാനൊരു ഒലീവ് ഗ്രീൻ കളർ കൊണ്ടിട്ടാണ് സർക്കിളിൽ ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത്.
ഓക്കെ, ഇനി നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കല്ലിഗ്രാഫി ഫോണ്ട് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെറ്ററിങ് ചെയ്യാനാണ് കവറുമേ. ഓക്കെ, അപ്പോൾ ബുള്ളറ്റ് ജേർണലിന് കല്ലിഗ്രാഫി ലെറ്ററിങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കല്ലിഗ്രാഫി ലെറ്ററിങ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ സ്റ്റിച്ച് വന്നിരിക്കുന്ന ഭാഗം നമുക്ക് ഫ്രണ്ട് പേജ് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഗമ്മ് തേച്ചിട്ട് ഫസ്റ്റ് പേജ് കൊണ്ടുവന്ന് ആ ഒരു പോർഷൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് പാർട്ട് നമ്മൾ ബാക്കിൽ ഒരു പോക്കറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫയൽസോ അല്ലെങ്കിൽ എക്സ്ട്രാ പേപ്പേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു പോക്കറ്റിൻ്റെ കറക്റ്റ് സൈസിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റിക്ക് ചെയ്യുക. ഇത് ജസ്റ്റ് റിവേഴ്സ് ആക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ സ്റ്റിക്ക് ചെയ്ത് മാറിപ്പോയതാണ്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഒരു ഇലാസ്റ്റിക് ക്ലോഷറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഇലാസ്റ്റിക് ത്രെഡ് ബുക്കിൻ്റെ കറക്റ്റ് അളവ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിനകത്ത് ബാക്കിൽ നമ്മൾ പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് 2 കട്ടിങ്സ് അറേഞ്ച് ചെയ്യുക ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ. എന്നിട്ട് അതൊന്ന് ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് അളവൊന്ന് കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് അതൊന്ന് ടേപ്പ് വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കിതൊന്ന് വേറെ എന്തെങ്കിലും പെയിൻറ്റിങ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സോ നിങ്ങൾ വരച്ച ഡ്രോയിങ്സോ എന്ത് വേണമെങ്കിലും അവിടെ അതിൻ്റെ ബാക്കിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതുപോലെ ചെയ്ത് വേറെ ബുള്ളറ്റ് ജേർണലാണ് ഇപ്പോൾ. ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ടൊരു ബുള്ളറ്റ് ജേർണൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുള്ളറ്റ് ജേർണൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.